ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ നമ്മളൊരു ബ്രദർ നമുക്ക് റൂം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമിലാണുള്ളത്. എവിടെ സ്ഥലം എവിടെ ഈ സ്ഥലത്തിന്റെ പേര്? വീഡിയോ എടുക്കുന്ന ആള് ഇത് കഴിഞ്ഞിട്ട് അലക്കിയിടുന്നതായിരിക്കും. അപ്പൊ അലക്കിയിട്ട് കാണാം. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും മെജു ട്രാവലറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞ സ്ഥലത്തിന് പേര് ഓർമ്മയില്ല. അപ്പോൾ നജ്വാഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാജസ്ഥാനിൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ₹1 ചെലവ് പോലും ഇല്ലാതെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. അതും നല്ല കട്ടില്, നല്ല ബ്ലാങ്കറ്റ്, പില്ലോ, ഫുൾ CCTV ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ₹8 ഫുഡും കഴിച്ചു. അപ്പൊ നമ്മളിപ്പോ രാവിലെ 7 മണി 7:30 ഇപ്പൊ ഫ്രഷ് ആയിട്ടുണ്ട്. ഇന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ജയ്പൂരാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 350 കിലോമീറ്റർ ജയ്പൂരിലേക്ക് ഉണ്ട്. അപ്പൊ നല്ലൊരു സിറ്റിയാണിത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യാം. ഓക്കെ, ബൈ. അപ്പൊ ഇതൊരു ചെറിയൊരു ടൗൺ ആണ്. ഇത് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അജ്മീർ കഴിഞ്ഞ് അങ്ങനെ ജയ്പൂരാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 300-400 കിലോമീറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കണം. നടക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമുക്കറിയാം രാജസ്ഥാൻ എന്ന് പറയുന്നത് മാർബിൾസിൻ്റെ അല്ലെങ്കിൽ ടൈൽസിൻ്റെ ഒക്കെ ഒരു ഇന്ത്യയിലേക്ക് തന്നെ മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഇതേപോലെ ഓക്കെ ടൈൽസിൻ്റെ ഒരു ഭാഗമാണ് ജയ്പൂർ റോഡാണ് വരുന്നത് ഇത്. ഓക്കെ, മദ്വാരയിൽ അപ്പോൾ ചുറ്റും അതൊരു സൈഡാണ്. 2 സൈഡും നമുക്ക് ഇതേപോലെ തന്നെ മാർബിൾസിൻ്റെ കളക്ഷൻസ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു വണ്ടിയിലാണ്. ഓക്കെ, നമുക്കൊരു മഹീന്ദ്രയുടെ ഒരു വണ്ടിയിലാണുള്ളത്. അപ്പോൾ ആ വണ്ടിയിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോറൂമിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ്, ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ആൾക്ക് നല്ല സ്പീഡിലാണ് ആൾ പോകുന്നത്. ഓക്കെ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗുജറാത്ത് നമ്മൾ ആ മന്ദിറിന്ന് അവർ തന്ന സ്വീറ്റ്സാണ്. ഇത് 2 കവറിലുള്ളതാണ്. വേറെ നമുക്ക് 2 കവർ കൂടി നമ്മുടെ രാഹുലിൻ്റെ ബാഗിലുണ്ട്. ഒരു കവർ നമ്മളൊരു അവിടെയൊക്കെ ഇന്നലെ നിന്നവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു 100-200 കിലോമീറ്ററോളം ഈ മഹീന്ദ്രയുടെ ഈ ഒരു വണ്ടി നല്ല സ്പീഡിലാണ്. അവിടെ രാവിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഫുള്ള് മരുഭൂമിയാണെന്നുള്ളത്. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നോർമലായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 19 കിലോമീറ്റർ വന്നാലാണ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒരു ടൗണൊക്കെ നമുക്ക് ഏകദേശം ഒരു 70 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇതേപോലത്തെ ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ നേരത്തെ കണ്ട പോലത്തെ ചുറ്റും മലകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിർത്തുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. റൊട്ടി, അതേപോലെ തന്നെ പനിനീർ എന്നാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഉള്ളി മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ.
അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഏകതരം ആയിട്ടുണ്ട്, വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് നമ്മളൊരു ബസ്സിൻ്റെ മേലെ ഇരുന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബസ്സിൻ്റെ മേലെ ഇരുന്നിട്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് പോണത്. അപ്പോൾ നമുക്ക് അതൊരു ഭാഗ്യം കിട്ടി. ഓക്കെ, മക്രാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ നമ്മളിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ഫുള്ള് എൻജോയ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ബട്ടർ ചിക്കൻ എത്തിയിട്ടുണ്ട്, റൊട്ടി എത്തിയിട്ടുണ്ട്, വെള്ളം. ഇതെങ്ങനെ കഴിക്കുക? അങ്ങനെയല്ല കഴിക്കുക, ഇതിലേക്ക് ഇട്ടിട്ടാണ് കഴിക്കേണ്ടത്. ഒരു മിനിറ്റ്, ഇത് തന്നെയാണോ വെച്ചോക്കി നമുക്ക് ചോദിച്ചു നോക്കിയിട്ട് കഴിക്കാം. ഹൗ ടു ഗെറ്റ്, ഇവിടുത്തെ ഒരു കൾച്ചർ ഉണ്ട് രാഹുൽ, നീ അത് മറക്കുന്നു. നമ്മുടെ കൾച്ചറല്ലേ. ഒന്നോ ഒരു പീസുള്ളൂ. ഇതാണ് ഇങ്ങനെയാ കഴിക്കണ്ടേ. വാവ്, എന്റെ മോനെ സെറ്റല്ലേ ഫ്രണ്ട്സ്. നമുക്കിവിടെ ഒരു റൂം സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, തുറക്ക്, ആ പുറത്തുനിന്ന് പൂട്ടുക പൊട്ടന. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ 2 പേർക്ക് കിടക്കാനുള്ള റൂം. പിന്നെ ഓൾറെഡി നമ്മൾ പോയി വന്നതാണ്. അപ്പോൾ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള നല്ല സെറ്റപ്പ് റൂമാണ്. ലൈറ്റ്, ഫാൻ, നല്ല തണുപ്പാണ് ഇവിടെ. ഓക്കെ, നമ്മുടെ ഡ്രസ്സൊക്കെ ചളിയായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ അറൗണ്ടൊരു കുറച്ച് ദിവസമായി നമ്മൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് റൂം എടുത്ത സ്ഥിതിക്കൊന്ന് കഴുകിയിടാന്ന് വിചാരിച്ചു. ജസ്റ്റ് സോപ്പ് പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസാണിത്. ഇത് ഇനി കവറിലാക്കി വെച്ചത് ഇതൊരു യൂസ് ചെയ്യാത്ത ഡ്രസ്സാണ്. അങ്ങനെ ഓരോ കവറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത സാധനമാണ്. ഹലോ ഗൈസ്, നമുക്ക് ജിഷ്ണു നോക്കുമ്പോൾ നല്ല അലക്കലാണ്. നമുക്ക് റൂം എടുത്തുന്നാലും ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പം നല്ല അലക്കൽ. നമുക്ക് ആളെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. എന്താ പോലെ അലക്കലാണോ? നമ്മൾ ട്രാവലേഴ്സിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഡ്രസ്സിന്റെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റൂം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ നേരത്തെ വിളിച്ച് സോപ്പ് പൊടി കൊണ്ട് നമ്മൾ ഇപ്പൊ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള ഇടുന്ന പാന്റ്, അതേപോലെ 2-3 ഡ്രസ്സൊക്കെ നമ്മൾ അലക്കിയിടുകയാണ്. ഈ വീഡിയോ എടുക്കുന്ന ആള് ഇത് കഴിഞ്ഞിട്ട് അലക്കിയിടുന്നതായിരിക്കും. അപ്പൊ അലക്കിയിട്ട് കാണാം. ഫ്രണ്ട്സ്, ഡ്രസ്സൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തായിട്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ 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 ഇതാ ഇത്, പിന്നെ ഇവിടെ, പിന്നെ എൻ്റെ ചെരുപ്പുണ്ട് ഇവിടെ, പിന്നെ രാവിലെ ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓക്യുപ്പൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നദ്വാര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമ്മളുള്ളത് എവിടെ സ്ഥലം? എവിടെ ഈ സ്ഥലത്തിന്റെ പേര്? മക്രാന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മുടെ ഒരു ബ്രദർ നമുക്ക് റൂം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമിലാണ് ഉള്ളത്. കാരണം ഇവിടെ കുറച്ച് റഷ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ടെന്റ് അടിക്കലും കാര്യങ്ങളൊക്കെ റിസ്ക് ആണ്. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നമ്മുടെ പഞ്ചാബിലുള്ള അമൃത്സറാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ ബാക്കിലുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.